ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോകാം. ഇപ്പോൾ വീഡിയോസും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടനൊക്കെ പെണ്ണ് നോക്കാമായിരുന്നു. ഹീറോയ്ക്ക് ഇങ്ങനെ ചെക്കൻ നോക്കുക, ഇങ്ങനെ ഡേയ്സ് നന്നായിട്ട് നോക്കായിരുന്നു. അങ്ങനെ ഏത് സെറ്റായില്ലായിരുന്നു. ഹീറോയിൻ്റെ അനിയൻ ഒരു തന്നെ പ്ലാൻ ചെയ്തായിരുന്നു. മമ്മി ഡാഡി ഞങ്ങൾ കുറച്ച് നാൾ കൊറിയൊക്കെ കറങ്ങിയിട്ട് വരാം എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ അച്ഛൻ പറയായിരുന്നു. എന്നിട്ട് ശരിപ്പാ നിങ്ങൾ പോയിക്കോ എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ അനിയൻ പറയായിരുന്നു, മാം ഡാഡ് നിങ്ങൾക്ക് ലീവ് കിട്ടിയിട്ടോ ഞങ്ങൾ കൂടെ പോകാൻ പറഞ്ഞു. അങ്ങനെയായിട്ട് ആ പ്ലേസിൽ പോയിരുന്നു. അങ്ങനെയായിട്ട് ആ പ്ലേസിൽ പോയിരുന്നു. ഹീറോയുടെ അനിയത്തി 3 വാച്ച് ഉണ്ടായിരുന്നു. ഒരു മാജിക് വാച്ച്, അത് 3 ഉണ്ട്. അത് അവരുടെ പാർട്ട്ണർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നു. ഒരാൾ പറഞ്ഞായിരുന്നു അത് ഗ്രാൻഡ് പാ ആയിരുന്നു. ഗ്രാൻഡ് പാ ചുമ്മാ ജോക്ക് പറയുന്ന നമ്പിട്ട് അത് ഫസ്റ്റ് അവർ നമ്പിയെ ശരി ജോക്കാ അങ്ങനെ ഉള്ളത് നല്ലത് എന്ന് പറഞ്ഞ് അവർക്ക് പറയുന്നു. ഗ്രാൻഡ് പാ പറയുന്നു, നിങ്ങളെ ഗ്രാൻഡ് പാനെ മീറ്റ് ചെയ്ത ഇതേ മതി വാച്ച്, ഞാൻ ഒരേ വാച്ച് യൂസ് ചെയ്തത് അത് പോയി, ഇപ്പം 4 ഉള്ളത് എന്ന് പറയുന്നു. ഗ്രാൻഡ് പാ എന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ ഇവർ 3 പേര് കൈ കേട്ടി. ശരി ഇപ്പോൾ അത് തോന്നുക എന്ന് പറയായിരുന്നു. എന്ന് പറയായിരുന്നു. ശരി പറഞ്ഞ് അങ്ങനെയിട്ട് അതിൽ നെയിം ഉണ്ടായിരുന്നു. ആ നെയിം അതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വാച്ച് കെട്ടി എനിക്ക് പിന്നെ വരൂ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അനിയൻ ഉണ്ടാതിരുന്നായിരുന്നു. 2 വാച്ചുണ്ട്, അതിൽ പേരില്ല. ശരി S2 വന്നു വീണ്ടും എന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ അനിയൻ ബോക്സ് ഒക്കെ ആയിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അതിനായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ ഫസ്റ്റ് അർജുൻ വീട്ടിൽ അങ്ങോട്ട് പോയായിരുന്നു. അർജുൻ ഇങ്ങനെ നടന്ന് ഫോൺ സംസാരിക്ക് പോകുമ്പോൾ ഒരു ഗേൾ വന്നായിരുന്നു. ഗേൾ വന്ന് ഇടിച്ച് അർജുൻ വീഴാൻ പോകുമ്പോൾ വീഴാൻ പോകുമ്പോൾ തട്ടി ഫോൺ താഴെയാണ്. അർജുൻ പിടിച്ചു, ആ പെണ്ണെ പിടിച്ച് 2 പേര് കണ്ണെടുക്കാതെ നോക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് കണ്ണെടുക്കാതെ അർജുൻ നോക്കായിരുന്നു. അങ്ങനെ അർജുൻ പെണ്ണെ കണ്ണെടുക്കാതെ അവളെ നോക്കായിരുന്നു. അവൾ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കായിരുന്നു. അങ്ങനെ വരുന്ന കണ്ടിട്ട് പിടിച്ച് അർജുൻ കിസ് ചെയ്യാൻ തുടങ്ങി. അർജുനക്ക് കണ്ണ് വേടായി. ഫസ്റ്റ് കിസ് മാജിക് കിസ് മാറി. അർജുൻ കണ്ട് അവൾക്ക് ഒരു മാതിരിയായിരുന്നു. അങ്ങനെ കൊണ്ട് കിസ് നടന്നു. അതെ ആ വാച്ച് അവിടേക്ക് എന്നെ മറിഞ്ഞു പോയി. അതെ അർജുൻ്റെ പാട്ട് അർജുൻ കണ്ടുമിട്ടി. അങ്ങനെയായിട്ട് അർജുൻ ഷോക്കായിരുന്നു. അർജുൻ കേൾക്കായിരുന്നു എന്താ ചെയ്യുന്നത്. അർജുൻ ഇംഗ്ലീഷിൽ കേൾക്കായിരുന്നു. അത് കേട്ട് സോറി എന്ന് പറഞ്ഞ ആ പെണ്ണ് നോക്കുക. അർജുൻ ഷോക്കായിരുന്നു. അതെ ആ വെഡ്ഡിങ് ഡ്രസ്സ് ഇട്ടിട്ട് ഓടി വന്നതായിരുന്നു. അർജുൻ കേൾക്കായിരുന്നു എന്താ ചെയ്യുന്നത് കേൾക്കായിരുന്നു. അങ്ങനെയായിട്ട് ഒരു ഷോപ്പൊക്കെ അർജുൻ എടുത്തുകൊണ്ട് കുടുകുടു ഓടിപ്പോയിരുന്നു. അങ്ങനെ അർജുനക്ക് ഒന്നും മനസ്സിലായില്ല. കുടുകുടു എടുത്തുകൊണ്ട് ഓടിപ്പോയി. അതെ അങ്ങനെയായിട്ട് കുടുകുടു എടുത്തോണ്ട് വിളിച്ചോണ്ട് ഒറ്റ ഓടിപ്പോയായിരുന്നു. അങ്ങനെ അർജുനെ പിടിച്ച് കിസ്റ്റായിരുന്നു. അർജുൻ കേൾക്കായിരുന്നു എന്താടി ഇത് ചെയ്യുന്നതെന്ന് പറയായിരുന്നു. അർജുനക്ക് ഒന്നും മനസ്സിലായില്ല. കൺഫ്യൂസായിട്ട് അവളെ നോക്കായിരുന്നു. അങ്ങനെയായിട്ട് അർജുൻ ശരിക്കും ഷാക്കായിരുന്നു. അങ്ങനെ അർജുനെ അവളെടുത്തോണ്ട് റിങ് ഫോൺ അർജുൻ്റെ അതെ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് റിങ് ഷോപ്പ് പോയി റിങ് എടുത്തിട്ട് വീട്ട് സൈഡ് ഒരു ഫാദറിനെ വിളിച്ചായിരുന്നു. ഫാദർ വന്നു എന്താ അമ്മനെ വിളിച്ചായിരുന്നു. അതിൻ്റെ ഫാദറുടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അർജുൻ്റെ പേരെന്ത് കേട്ടാ അപ്പം അർജുൻ്റെ പേരും പറയായിരുന്നു. അർജുൻ ഫാമിലിയെ കുറിച്ച് കുറച്ച് അറിഞ്ഞ് അർജുൻ എടുത്തു തൊടാ പിന്നെ ഒരു രജിസ്റ്റർ ചെയ്യുന്ന ഒരാൾ. അങ്ങനെയായിട്ട് പിന്നെ ഫാദർ എടുത്ത് മാരേജ് കഴിച്ചു. ഇതാ അർജുനക്ക് ഒന്നും മനസ്സിലായില്ല. അവൾക്ക് പറയായിരുന്നു. ഞാൻ അർജുനക്ക് ഒന്നും മനസ്സിലായി. അവൾ ചുമ്മാ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. എന്തിനാ പറയുന്നത് എനിക്കിങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ എനിക്ക് പറഞ്ഞായിരുന്നു. അർജുൻ പിന്നെ റിങ് ഇട പറയായിരുന്നു. അർജുൻ കേൾക്കാൻ റിങ് എന്തിനാ ഇടുന്നത് പറയാം. ആ റിങ് ഇട എന്ന് പറഞ്ഞാൽ അർജുനെ കുറിച്ച് മിരട്ടം തുടങ്ങിയായിരുന്നു. അർജുൻ പറയായിരുന്നു ഞാനൊന്നും ചെയ്തില്ലപ്പാ റിങ് ഇട പറയായിരുന്നു. അങ്ങനെ റിങ് ഇട്ടായിരുന്നു. അർജുൻ അവൾക്ക് കൈക്കിട്ട് അർജുനൻ്റെ കൈക്ക് അവൾ കിട്ടായിരുന്നു. കിസ് ചെയ്യുമ്പോൾ അർജുൻ കൂടി ഷോക്കായിരുന്നു. അർജുൻ പിടിച്ച് അവൾ കിസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പിന്നെ രജിസ്റ്റർ മാരേജ് അവിടേക്ക് കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്തായിരുന്നു. അർജുനൽ ഓളുടെ കേസ് നോക്കുക. അതിൽ ഇത് അർജുൻ്റെ ഇതേ ഉണ്ടായിരുന്നു. അതെ മാരേജ് സർട്ടിഫിക്കറ്റ് ഓളുടെ ഇതോ അങ്ങനെ അർജുൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടായിരുന്നു. അതെ അതൊരു ഇതായിരുന്നു ഐ ഡി കാർഡ്. അത് രജിസ്റ്റർ ചെയ്ത് അർജുനക്ക് ഒക്കെ മാരേജായി. അർജുനക്ക് ഷാക്കായിരുന്നു. എൻ്റെ വെഡിങ് ആയോ എന്ന് പറയുന്നത്. ഹീറോയിൻ പറയായിരുന്നു ചേട്ടാ ഈ അർജുൻ എവിടെ ഉണ്ട്. അർജുൻ വെല്ലടിച്ചായിരുന്നു. ഹീറോയിൻ തുറന്നു നോക്കുക ഷോക്കായിരുന്നു. വെഡിങ് ഡ്രസ്സല്ലോ ഇത്. ആരാ ഇത് അർജുന് കേൾക്കായിരുന്നു. ഹീറോയിൻ കേൾക്കായിരുന്നു ഇംഗ്ലീഷിൽ അത് പറയായിരുന്നു. അങ്ങനെയാണ് മാരേജ് കഴിച്ച് ഹീറോയിൻ ഷാക്കായിരുന്നു. ശരി ഇപ്പം 2 പേരും ഒക്കെ തിരിക്കാൻ പാടില്ല മാരേജ് കഴിഞ്ഞായിരുന്നു. പിന്നെ ആ പെണ്ണിൻ്റെ ഡാഡി മമ്മി പറയായിരുന്നു. അങ്ങനെയായിട്ട് ആ പെണ്ണും ശരി ഓക്കെ നൈറ്റ് വാന്ന് പറയുന്നത്. അങ്ങനെ നൈറ്റായിട്ട് ആ വീട്ടിലൊക്കെ ആ പെണ്ണ് ഓടിപ്പോയി. ആ പെണ്ണിൻ്റെ പേര് മിയ അകത്ത് പോയി. അങ്ങനെ ഡോക്യുമെൻ്റ് മറ്റേ സാധനം എടുത്തിട്ട് വീണ്ടും വേഗം ഓടി വന്ന മിയായിരുന്നു. അങ്ങനെ കുറേ ഏതൊക്കെ ഇങ്ങനെയായിട്ട് ഹീറോയി പറയുന്നു. ശരി ഓക്കെ രസമായിരുന്നു. ഈ ആദ്യനെ കാണുന്നില്ല. ആദ്യ ചേട്ടനോടെ ആദ്യം അങ്ങനെ ആദ്യം പറഞ്ഞ പിന്നെ ഒരു ഗേൾ അതേമാതിരി വെറ്റിംഗ് വിളിച്ചിട്ട് അവൾ ഓടി വന്ന്
അതേപോലെ അവർക്കും മാരേജായി. ഹീറോയി തലക്കൈയൊക്കെ ആയിരുന്നു. രണ്ടുപേർക്കും മാരേജായി. ഇപ്പം എന്താ ചെയ്യാതെ പറയുന്നു. ഞാൻ അതേമാതിരിയല്ല, അവൾ മാരേജ് ചാർജ് വലിയൊരു റിച്ചഡായിരുന്നു. ഞങ്ങൾക്ക് ഈ മാരേജ് ഇഷ്ടമില്ല, ഞാൻ ഒരാളെ ലവ് ചെയ്യുന്നത് ഹീറോയിൻ ആ പെണ്ണ് പറയുന്നത്. ആ പെണ്ണിൻ്റെ പേര് റോസ് എന്ന്. റോസ് പറയണം ഞാൻ അവനെ ലവ് ചെയ്യുന്നത്. ആരേതാ പറയാം, റോസ് കാട്ടിയെന്നോ പറയും റോസ് പറയണം. അതേപോലെ വെഡിങ് അത് ഫ്ലാഷ് ബാക്ക് ആദ്യം പറയായിരുന്നു. ഞാൻ ചുമ്മാ ബീച്ചിൽ നടന്നു പോയാൽ ഇവളെ ഞാൻ ലവ് ചെയ്ത് ഇങ്ങോട്ട് വിളിക്കായിരുന്നു. അങ്ങനെ വിളിച്ചോണ്ട് ബോഡിക്കാരെടുത്തോണ്ട് വന്ന് ലവ് ചെയ്യാറ്, ഞാൻ ഇവൻ തന്നെ മാരേജ് കഴിക്കും എന്ന് പറയായിരുന്നു. ഇല്ല ഞാൻ സൂക്ഷിച്ച് എന്ന് പറഞ്ഞ് മറട്ടായിരുന്നു. ആ പെണ്ണിൻ്റെ മമ്മി ഡാഡി ഇല്ല ഇല്ല റോസ് ഇങ്ങനെ പറയാൻ പാടില്ല, എനിക്ക് ഇവനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. റോസൊക്കെ വേറെ വഴിയില്ല, റോസ് ഹീറോയുടെ ചേട്ടന് പിന്നെ റീസ് മാരേജ് കഴിച്ചു. എനിക്ക് മാരേജായി എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നു. ശരി രണ്ടായിരം എടുത്തോ, നിങ്ങൾക്ക് രണ്ടൊക്കെ മാരേജായി, എനിക്കൊക്കെ മാരേജ്. ആ ഹീറോയിൻ നടന്നു കയറി പറഞ്ഞു. ശരി അവർ ഇന്ത്യക്ക് വരട്ടെ അങ്ങനെയായിട്ട് അങ്ങനെ ഹീറോ ഇന്ത്യക്ക് പോയിരുന്നു. അങ്ങനെ ജിമ്മിൻ ഹീറോയിനെ കുറുക്കുറു നോക്കത്തുടങ്ങിയായിരുന്നു. ഹീറോയിൻ ജിമ്മിനിക്കും കാര്യം അറിഞ്ഞായിരുന്നു. ജിമ്മിനിക്ക് ഹീറോയിൻ അനിയെന്ന് പറയായിരുന്നു. അങ്ങനെ സെറ്റ് അടിക്കായിരുന്നു ജിമ്മിൻ. വീഡിയോ കാട്ടുമ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യക്ക് പോയതായിരുന്നു. ഹീറോയുടെ കയ്യിൽ മോച്ച് മാത്രം അത് മറന്നു പോയില്ല, രണ്ട് കാരണം മറന്നു പോയായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് അങ്ങനെ ഇന്ത്യ സൈസ് മാരേജ് നടക്കാൻ പോകുന്ന കാര്യം പറയായിരുന്നു. എല്ലാവരും വന്നായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് കാര്യം പറയായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ആരും മാരേജ് പോകുന്നത് ഒന്നും പറയാനില്ലായിരുന്നു. ഇങ്ങനെ ജിമ്മിന് മമ്മി ഡാഡി വന്ന് ഹീറോയിനെ പെണിച്ചു. അത് എങ്ങനെ സെറ്റാവും, അങ്ങനെ രണ്ടുപേരെയൊക്കെ സെറ്റാവില്ലെന്ന് പറയുന്നത്. അത് ജിമ്മിന് വാശി പിടിക്കാനും ജിമ്മിന് മമ്മി ഡാഡിക്ക് ഒന്നും വരില്ല. അങ്ങനെ ഹീറോയിൻ്റെ മാരേജ്, ഹീറോയ്ക്ക് ജിമ്മിൽ കൂടെ മാരേജായി. അത് മാത്രം അവർക്ക് ഹീറോയിൻ്റെ രണ്ട് ചേട്ടന്മാർക്ക് ഫസ്റ്റ് മാരേജ്. ഇങ്ങനെ ഹീറോയ്ക്ക് മാരേജ്. ഹീറോയ്ക്ക് നോക്കിയില്ലായിരുന്നു. തലമുക്കി നോക്കി ഹീറോയ്ക്ക് ഷാക്ക്. എന്താ ഇവൻ കൂടെ മാരേജായി? ഹീറോയിനെ കണ്ണടിക്കാതെ ജിമ്മിന് ഹീറോയിനെ കുറുക്കുറുത്തൊക്കെയായിരുന്നു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. വേറെ പോയില്ല. ഹീറോയിനെ തിരിഞ്ഞിട്ട് അനിയൻ നോക്കാതെ അനിയനക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ വെച്ചിട്ടുണ്ടാ എനിക്ക് കുട്ടി വിശ്വാസി ഇത് പറഞ്ഞ് നൈറ്റായിരുന്നു. ഹീറോയിൻ സാരി എടുത്ത് ജിമ്മിൻ്റെ റൂമിൽ പോയിരുന്നു. ജിമ്മിൻ ഹീറോയിനെ കാക്കായിരുന്നു. എന്താ ജിമ്മിനെ നമുക്ക് മോർക്കായിരുന്നു. എങ്ങനെ ജിമ്മിന് ഇങ്ങനെ മാരേജ് അയച്ചാൽ ഇത് ജിമ്മിനോട് കേക്കായിരുന്നു ഹീറോയിൻ.